സമാധാനം കൊടുക്കണേ അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ പടച്ചവന്. ആ പാപങ്ങളെ നീ കൈവിടല്ലേ റഹ്മാന്. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്തു, മോനെ സ്വർഗം വേണോ? നാളെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ എന്റെ കൂടെ നിനക്ക് നടക്കണോ? അതിന് മുത്തുനബി പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ അമൽ എന്തെന്നറിയോ? നബി തങ്ങള് പറഞ്ഞു, റബിയ എന്നെ നീ ഒന്ന് സഹായിക്കണേ റബിയ, എന്നെ നീ ഒന്ന് സഹായിക്കണേ റബിയ. നീ കൂടെ വിചാരിച്ചാലല്ലേ എനിക്കത് വാങ്ങിത്തരാൻ കഴിയൂ. അതുകൊണ്ട് വഴുത് കേൾക്കാമെന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഉപ്പമാരോട്, ഉമ്മമാരോട് ഈ പറയുന്ന സ്വഭാവം ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ പടച്ചവനെ നമ്മളെ രക്ഷപ്പെടുമടോ. നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളാണ്. അതുകൊണ്ട് നിബിധങ്ങൾ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുന്നു, റബിയ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ നിനക്ക് നടക്കണോ റബിയ? മുത്തുനബി പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യമെന്താ? നബി തങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരനാകണോ? അതിനുള്ള ഒന്നാമത്തെ വഴി റബിയ സുജൂദുകൾ അധികരിപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ സുജൂദുകൾ അധികമായിട്ട് ചെയ്യണേ, നീ സുജൂദുകൾ അധികരിപ്പിക്കണേ, സുജൂദുകൾ അധികരിപ്പിക്കണേ. സുജൂദുകൾ അധികരിപ്പിച്ചാൽ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ നടക്കാനുള്ള അവസരം കിട്ടുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പെങ്ങളെ, നിസ്കാരം നമ്മൾ വല്ലാതെ നിസ്സാരമായി കാണുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഫർദ് നമസ്കാരമല്ല, കേവലം ഫർദ് നമസ്കാരങ്ങൾ മാത്രമല്ല, പടച്ചവനെ അതിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ടല്ലോ. പടച്ചവനെ രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരമുണ്ടല്ലോ. പടച്ചവനെ ഒരുപാട് സുജൂദുകൾ അധികരിപ്പിക്കാൻ വിധങ്ങൾ പറയുമ്പോ അല്ലാഹുവേ, 5 നേരം ഒരു മുസ്ലിമായ മനുഷ്യന് ബുദ്ധിയുള്ള പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. ആ നിർബന്ധമായ നിസ്കാരത്തിൽ പോലും നമ്മൾ വല്ലാതെ അലസത കാണിക്കുന്നവരാ. അതുപോലും നമ്മൾ കൃത്യമായി നിസ്കരിക്കാൻ തയ്യാറാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പള്ളിയുടെ വിരാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം വിളിക്കുന്നു, ഹയ്യ അലാ സ്വലാ, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം വിളിക്കുകയാ. നബിതങ്ങൾ റബിയയോട് പറഞ്ഞു കൊടുത്ത, മോനെ റബിയ, നീ സുജൂദുകൾ നീ അധികരിപ്പിക്ക്, എങ്കിൽ നിനക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഫർദ് പോലും നിസ്കരിക്കുന്നില്ല. ഇന്ന് 5 വഖത്ത് നിസ്കരിച്ച എത്ര പേരുണ്ട്? കൈപൊക്കാൻ പറഞ്ഞാൽ ഞാൻ നാണം കിടത്തേ ഉള്ളൂ, എല്ലാരും പൊക്കൂലെന്ന് എനിക്കറിയാം. എടോ, നമ്മൾ ആ ഫർദായ നമസ്കാരത്തിന്റെ വിഷയം നിങ്ങൾ ചിന്തിക്ക്. ഇത് സാധാരണ ഒരു മാസമല്ലല്ലോ. റജബുൻ ഷഹറുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ മാസമല്ലേ? ഇത് പടച്ച റബ്ബിന്റെ മാസം. ഇനിയുള്ള 3 മാസക്കാലം മത്സരത്തിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു, അത് തോറ്റു ജയിച്ചു, അതൊക്കെ പോകട്ടെ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. ഇനിയുള്ള 3 മാസം, റജബ്, ശഅബാൻ, റമദാൻ, ഇനി മത്സരത്തിന്റെ 3 മാസങ്ങളിലേക്ക് നമ്മൾ കടന്നു. റജബ് മാസത്തിന്റെ പ്രത്യേകത എനിക്ക് മുമ്പ് പ്രസംഗിച്ച ആക്കോട് ഉസ്താദാണെന്ന് തോന്നുന്നു, ഇവിടുന്ന് അതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചു തന്നു. എന്തേ നമുക്ക് മാറാൻ കഴിയാത്തത്? നിസ്കരിക്കാൻ പറയുമ്പോ എന്തോ ഒരു മടിയുടെ ചെറുപ്പക്കാരെ ബാങ്ക് വിളിക്കുന്നതാ. ഇന്ന് കുട്ടികൾ കോമഡി പറയാ, എടാ ബാങ്ക് വിളിക്കുന്നടാ. കടത്തുണ്ടെങ്കിൽ ഇരിക്കുന്നവൻ, വെറുതെ മൊബൈലും കുത്തി ഇരിക്കുന്നവൻ, എടാ പള്ളി ബാങ്ക് വിളിക്കുന്നടാ. അവൻ പറയുന്ന മറുപടി എന്താ? മുഅദ്ദിന് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ബാങ്ക് വിളിക്കാനാ. അയാളുടെ ജോലി ചെയ്യുന്നതിന് ഞാൻ എന്ത് ചെയ്യണം?
എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഇവിടെ പ്രായമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് നിസ്കാരം, നമുക്ക് വെള്ളിയാഴ്ച മാത്രം പോയാൽ മതി. ഈ ഒരു ചിന്ത ഇന്നത്തെ യുവതലമുറയ്ക്ക് വന്നിരിക്കും. നിസ്കരിക്കാൻ വല്ലാത്ത മടി, ആണാകട്ടെ പെണ്ണാകട്ടെ വല്ലാത്ത അലസത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിസ്കരിച്ചാൽ അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, പെങ്ങളെ നമ്മൾ ചിന്തിക്ക്, നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീയൊക്കെ പള്ളിക്കൊക്കെ തിരുന്നേനെ. ഒരൊറ്റ ആണും ഇടം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരൊറ്റ വഖത്ത് പള്ളിയിൽ നമ്മൾ മുടക്കില്ലല്ലോ. മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. എന്താ നിസ്കാരത്തിന്റെ പ്രതിഫലം? എന്താ? എന്തിനാ ഹദീസുകളൊക്കെ, ചരിത്രങ്ങൾ എന്തിനാ? ഖുർആനിലെ ഒരേ ഒരായത്ത് പോരെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിസ്കരിക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ പ്രതിഫലം അറിഞ്ഞാൽ തന്നെ എന്റെ പൊന്നാര ചങ്ങാതിമാരെ, നമ്മൾ നിസ്കാരം കള്ളാക്കൂല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് മടിയടോ നിസ്കരിക്കാൻ, പള്ളിയിൽ പോകാൻ മടി, അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നമ്മൾ ആ ഒരു ചിന്ത നമുക്ക് മാറണം. അതിന്റെ വിഷയത്തിൽ നിസ്കരിക്കുന്നവർ പോലും കൃത്യനിഷ്ഠത കാണിക്കുന്നില്ല. അതാണ് വിഷമം. നിസ്കരിക്കുന്നവർ പോലും അതിന് കൃത്യനിഷ്ഠത കാണിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം ഇന്നത്തെ യുവതലമുറ പഠിക്കണം. സാമ്പത്തികമായി തകർന്നിട്ട് പൈസയില്ലാതെ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർ ആരോട് ചോദിച്ചാലും പ്രയാസം പറയുന്നു. ഉസ്താദ്, പ്രയാസം, ബുദ്ധിമുട്ട്, കച്ചവടമില്ല, പഴയതുപോലെ ഒന്നുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരോട് ചോദിച്ചാലും ഇല്ലെന്നാ പറയാ. വലിയ പഴയതുപോലൊന്നും പറ്റണില്ല ഉസ്താദെ. എന്തേ സഹോദര അതിന്റെ കാരണം? എടോ, നമുക്ക് അള്ളാഹു, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെറുപ്പക്കാരൊക്കെ പഠിക്കേണ്ടത്, നിസ്കരിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു 2 പ്രതിഫലം തരും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു പഠിക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഇരുന്നോട്ടേപ്പാ, ഒന്നാമത് എനിക്ക് സുഖമില്ലടോ, കൂടുതൽ നേരം നിൽക്കാൻ. ഇരുന്നോട്ടെ ഞാൻ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. എല്ലാവരും സൂക്ഷിക്കണം. ഒരു മനുഷ്യന് എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോഴേ എല്ലാവരും പഠിക്കത്തുള്ളൂ. കൂടുതൽ നിൽക്കുന്നതും നല്ലതല്ല, കൂടുതൽ ഇരിക്കുന്നതും നല്ലതല്ല. നമ്മൾ ഇരുന്നിപ്പോൾ വല്ലാത്ത അള്ളാഹു നിങ്ങളുടെയൊക്കെ ദുആ, ഒരുപാട് പേര് എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്തു സുഖമില്ല എന്ന് കേട്ടപ്പോൾ അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ചിലർ ക്യാൻസറാന്ന് വരെ എഴുതിയിട്ടവരുണ്ട്. അള്ളാഹു അവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എല്ലാവരും രക്ഷപ്പെടട്ടെ, കുഴപ്പമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്കരിക്കുന്ന മനുഷ്യൻ അള്ളാഹു തരുന്ന 2 പ്രതിഫലം പഠിച്ചാൽ മതി. നാളെ സുബഹി മുതൽ നിസ്കരിക്കാൻ തുടങ്ങും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 1, നിസ്കരിച്ചാൽ അള്ളാഹു തരുന്ന 2 പ്രതിഫലം. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എടാ, അള്ളാഹു പറയാ 2 പ്രതിഫലം ഞാൻ തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا
നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന നിസ്കരിക്കുന്നവന് അള്ളാഹു കൊടുക്കുന്നത് 2 പ്രതിഫലം. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? എന്താ പ്രതിഫലം? മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ആര് തരും? മുസ്ലിമീങ്ങളല്ലേ? ഖുർആനെ ഞാൻ പറയണം, ആര് തരും ഭക്ഷണം? അള്ളാഹു തരും. ഉസ്താദന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്നെക്കാൾ അറിവുള്ള മുത്തല്ലിങ്ങൾക്ക്. ഒന്നാമത് ഇവരുടെ മുമ്പിൽ ഇരുന്ന് വഅദ് പറയാൻ തന്നെ പേടിയാ. അള്ളാഹു പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹു പറയുന്നു, ഞാൻ തരും മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആര് തരും ഭക്ഷണം? ആര് തരും ഭക്ഷണം? സൂറത്തു ത്വാഹയുടെ 132 ആയത്ത് വീട്ടിൽ പോയിട്ട് എടുത്ത് നോക്കിക്കോ. സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായം എടുത്തിട്ട് അതിന്റെ അവസാനത്തെ പേജ് എടുത്തിട്ട് നിങ്ങൾ ഈ ആയത്തൊന്ന് വായിച്ചു നോക്ക്. അല്ലാഹു പറഞ്ഞതാ, നിന്റെ കണ്ണുകൊണ്ട് കാണാം. വീട്ടിൽ ചെന്നിട്ട് ഖുർആൻ എടുത്ത് നോക്ക്. അള്ളാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ നിനക്കല്ലടാ സിറാജ, നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനുള്ളത് ഞാൻ തരാം. പക്ഷെ നീയും നിന്റെ കുടുംബവും നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിച്ചാൽ എന്ത് കിട്ടും? നിസ്കരിച്ചാൽ എന്ത് കിട്ടും? ഭക്ഷണം കിട്ടും. ആര് തരും ഭക്ഷണം? നീ ഉണ്ടാക്കിയ ഹറാം ഉണ്ടാക്കും. എടാ, അള്ളാഹു ത്വയ്യിബ, അള്ളാഹു തരുന്നത് ഹലാലേ തരൂ. നമ്മൾ തിന്നാ ചിലപ്പോ എന്ത് ചെയ്യും? അതിനകത്ത് ഹറാം വരും. പക്ഷെ അള്ളാഹു തരുകയാണെങ്കിൽ ത്വയ്യിബേ തരൂ. അള്ളാഹു നല്ലതേ തരൂ, ഹലാലേ തരൂ. അള്ളാഹു മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരും നിസ്കരിക്കുന്നവന്. പട്ടിണിക്കിടൂല റബ്ബ്. ഒരിക്കലും ഒരാളുടെ മുമ്പിലും മരിക്കുന്ന കാലം വരെ കൈനീട്ടേണ്ട അവസ്ഥ അള്ളാഹു വരുത്തത്തില്ല. 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറയുമ്പോൾ ചില പെണ്ണുങ്ങൾ എന്നോട് ചോദിക്കും, സിറാജ്, ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. അതൊരു ചോദ്യമാണ്. എന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണം, തമാശയല്ല, ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? വെടി കൊണ്ടതുപോലെ ഇരിക്കുന്നുണ്ടോ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? പറയടോ. ഉസ്താദന്മാര്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരാ? ആരാ? ഉസ്താദന്മാരുടെ പള്ളിയിലെ ഖത്തീബിനെക്കാളും നല്ല ഭക്ഷണം കഴിക്കണ ആരാ ഈ നാട്ടിലുള്ള? എല്ലാ ദിവസവും മട്ടനും ചിക്കനും ബീഫും മന്തിയൊക്കെ തിന്നുന്ന ആരാ ഉള്ളേ? ഏത് പണക്കാരനാ? നിനക്കല്ലേ അറിയത്തുള്ളൂ. നാട്ടുകാരുടെ മുമ്പിൽ കെട്ടിയവും പണക്കാരനാ, വീട്ടിൽ കഞ്ഞിയും പയറുക. അല്ലാഹു അലം. എല്ലാ ദിവസവും നല്ല ഭക്ഷണം, ഉസ്താദന്മാർക്ക് നല്ല ഭക്ഷണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 5 നേരം നിസ്കരിക്കാറുണ്ടോ? നിസ്കരിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കും, ഉസ്താദേ എന്തേ നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ടോ? നിങ്ങളും ഉസ്താദന്മാരും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഉസ്താദ് ബാങ്ക് വിളിച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ ഉസ്താദ് ജമാഅത്തായിട്ട് 5 വഖത്ത് നിസ്കരിക്കും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും. അതാണ് വ്യത്യാസം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളപ്പം നിസ്കരിക്കും, ഉസ്താദ് അപ്പം നിസ്കരിക്കും. 15 മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഇഖാമത്ത് കൊടുത്തിട്ട് നിസ്കരിക്കൂലേ ജമാഅത്തായിട്ട്? 5 വഖത്ത് അങ്ങനെയല്ലേ നിസ്കരിക്കുക? നിങ്ങളോ കഴിയട്ടെ, കടയുണ്ട്, ജോലിയുണ്ട്, ഇല്ലേ താത്ത? ലൊഹർ നിസ്കരിക്കണം. അപ്പോഴാ ലൊഹറിന് ബാങ്ക് വിളിക്കുമ്പോൾ നീ മീൻ വെട്ടിക്കൊണ്ട് നിൽക്കുക. നീ ചോറ് വെക്കണം, കറി വെക്കണം, ഉപ്പേരി വെക്കണം, വീട് തൂക്കണം, കുളിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 2:45 3 മണിയാകുമ്പോൾ ഒരു വളുവിൽ 2 വഖത്ത് ഒറ്റയടിക്ക് തീർക്കുന്ന ആളാ നീ. നിനക്കൊക്കെ തോന്നുന്ന സമയത്തല്ല നിസ്കരിക്കേണ്ടത്. ഇന്ന സലാത്ത ഖാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. ആമിനത്ത, അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട് സമയം, അല്ലാതെ നീയല്ല സമയം നിശ്ചയിക്കേണ്ടത്. എന്നാ പിന്നെ എന്തിനാ മുഅദ്ദിൻ വിളിക്കണത്? അവനവന് തോന്നുന്ന സമയത്ത് നിനക്ക് എല്ലാം കഴിഞ്ഞിട്ട് പോയി ചെയ്യാനുള്ള സാധനമല്ല നിസ്കാരം. അതിന് അല്ലാഹ് സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നിസ്കരിക്കണം, അവ്വല് വഖത്തിൽ നിസ്കരിക്കണം. ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഖുർആൻ أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين
ഫവൈലുൽ ലിൽ മുസല്ലീൻ. വൈലെന്ന് പറയുന്ന നരകം കള്ളുകുടിയനല്ല പെങ്ങള്, വ്യഭിചരിക്കുന്നവനല്ല പെങ്ങള്, പലിശ തിന്നുന്നവനല്ല പെങ്ങള്, ശിർക്ക് ചെയ്യുന്നവനല്ല പെങ്ങള്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവനാണ് വൈലെന്ന് പറയുന്ന നരകം. യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, നിസ്കരിക്കുന്നവർ വൈലെന്ന് പറയുന്ന നരകത്തിൽ വീണു പോകുമോ? നബി തങ്ങൾ പറഞ്ഞു, ആരാ? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂർ. നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവർ, കൃത്യനിഷ്ഠതയില്ലാത്തവർ, തോന്നുന്നത് പോലെ ചെയ്യുന്നവർ, നിസ്കരിക്കുന്നവർക്ക് വേണ്ടി വൈലെന്ന് പറയുന്ന നരകം ഒരുക്കി വെച്ചു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പെങ്ങളെ ഞാൻ പറയുന്നത് ഖുർആനാ. 5 നേരം നിസ്കരിച്ചു നോക്ക്. വാപ്പാ, നീ മാത്രം നിസ്കരിച്ചാ പോരാ, നിന്റെ ഭാര്യ നിസ്കരിക്കണം, നിന്റെ മക്കള് നിസ്കരിക്കണം. കാരണം നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും നിസ്കരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട്. നിന്റെ കുടുംബം നിസ്കരിക്കുന്ന കുടുംബമാണോ പെങ്ങളെ? അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒരു ഭർത്താവിന് സ്വർഗ്ഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗ്ഗമുണ്ട്. ഏത് ഭർത്താവിനെന്നറിയുമോ? ഏത് ഭാര്യക്കാണ് സ്വർഗ്ഗം അല്ലാഹു കൊടുക്കുന്നതെന്നറിയുമോ? രാവിലെ സുബഹി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുകയാണ്. പടച്ചവനെ ഉളുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ ഭർത്താവ് കിടന്നുറങ്ങുകയാ. നിസ്കരിക്കാതെ ഭർത്താവ് കിടന്നുറങ്ങുകയാണ്, ഭാര്യ കിടന്ന് ഉറങ്ങുകയാണ്. ആ ഉളുവെടുത്തിട്ട് തന്റെ കയ്യിലിരിക്കുന്ന ആ വെള്ളം തന്റെ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് കുടഞ്ഞിട്ടു പെണ്ണ് എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് വിളിച്ചുണർത്തുന്ന ഭർത്താവുണ്ടല്ലോ. കിടന്നുറങ്ങുന്ന ഭാര്യ വിളിച്ചുണർത്തുന്ന ഭർത്താവ്, കിടന്നുറങ്ങുന്ന ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഭാര്യ, അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അതാ പടച്ചവനെ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. അല്ലാഹു പറയുന്നു, ഞാൻ കൊടുക്കും ഭക്ഷണം. അല്ലാഹു പറയുന്നു, ഞാനാണ് റാസിഖ്, ഞാനാണ് റാസിഖ്, ഞാൻ തരാം നിനക്ക് മരിക്കുന്ന കാലം വരെ ഭക്ഷണം. ജോലിയുണ്ടെങ്കിലും ജോലിയില്ലെങ്കിലും, കഷ്ടപ്പാടാണെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് ഭക്ഷണം ഞാൻ തരാമെന്ന് അല്ലാഹു പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഉസ്താദേ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം എന്ന് ആഗ്രഹത്തോടെ പറയുന്ന ചെറുപ്പക്കാരാ, മോനെ, ഓസിന് കിട്ടുന്ന ഒരു കാര്യമല്ലടാ ഈമാനുള്ള മരണം. ഈമാനുള്ള മരണം വെറുതെ കിട്ടില്ല പെങ്ങള്. അല്ലാഹു പറയുന്നു, വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാ, നല്ല മരണം തരാം, നല്ല മരണം തരാം. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അല്ലാഹു റിസ്ക് തരും ചെറുപ്പക്കാരാ. അതിന് ഞാനൊരു ചരിത്രം പറയാ. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. ഹുബൈബ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നബി തങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്. നബി തങ്ങൾ എന്ന് പറഞ്ഞ ജീവനാണ്. ആ ഹുബൈബ് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോ ശത്രുക്കളുടെ കയ്യിൽ കിട്ടുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബ്,
മതം മാറണം ഹുബൈബ്, പഴയ മതത്തിലേക്ക് തിരിച്ചു വരണം ഹുബൈബ്. ഹുബൈബ് പറഞ്ഞു, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല, എന്നെ നിങ്ങൾ കൊന്നു കളഞ്ഞാലും മതം മാറൂല. എന്തു വേണമെങ്കിലും തരാമടാ ഹുബൈബ്, നീ ചോദിക്കുന്നത് എന്തു വേണമെങ്കിലും തരാ. ഈ നിൽക്കുന്ന ഏത് പെണ്ണിനെ കാണിച്ചു തന്നാലും നിന്റെ കാൽ കീഴിൽ കൊണ്ടുതരാ, നിനക്ക് അധികാരം തരാ, നിനക്ക് പണം തരാ. ഈ പുതിയ മതം കളഞ്ഞിട്ട് പഴയ മതത്തിലേക്ക് മടങ്ങി വാടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കൊന്നാലും മതം മാറൂല, നിങ്ങൾ എന്ത് ചെയ്താലും മതം മാറൂല. അവര് പറഞ്ഞു, അവസാനം വാശിയായി, എല്ലാവർക്കും ദേഷ്യമായി. അവര് പറഞ്ഞു, ഇവനെ തൂക്കിലേറ്റണം, പരസ്യമായി തൂക്കിലേറ്റണം. എല്ലാവരും കാണുന്ന രീതിയിൽ ഈ ഹുബൈബിനെ പരസ്യമായി തൂക്കിലേറ്റണമെന്ന് അവിടെ നിന്ന് വിധിക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമൊന്ന് പഠിച്ചു നോക്ക് ചെറുപ്പക്കാരാ. കൊണ്ടുപോയി പൂട്ടിക്കിട്ടിരിക്കുകയാണ്, കഴുകുമരം റെഡിയാക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുപോയി അടച്ചിട്ടിരിക്കുകയാണ്. ഇവന് കഴിക്കാൻ ഭക്ഷണം കൊടുക്കരുത്, ഇവന് കുടിക്കാൻ വെള്ളം കൊടുക്കരുത്, ഇവന് പട്ടിണി കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഹുബൈബ് തങ്ങളെ കൊണ്ടുപോയി പൂട്ടിക്കിട്ടിരിക്കുകയാണ്. റബ്ബേ, അതാ പടച്ചവനെ, അതാ ചരിത്രമെടുത്ത് വായിച്ചു നോക്കണോ. ആ തൂക്കിക്കൊല്ലാൻ വിധിച്ചവന്റെ സഹോദരിയുടെ ചരിത്രം പഠിക്ക്. ആ തൂക്കിക്കൊല്ലാൻ വിധിച്ച മനുഷ്യന്റെ സഹോദരിയുടെ ചെറിയ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിങ്ങനെ മുട്ടിലിഴഞ്ഞിടഞ്ഞ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂമിനകത്തേക്ക് കേറുകയാണ്. അതാ ഉമ്മ തന്റെ കുഞ്ഞിനെ കാണാതെ തെരഞ്ഞു നടക്കുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച മനുഷ്യന്റെ സഹോദരി തന്റെ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂമിനകത്ത് കയറിപ്പോയി. കുഞ്ഞിനെ കാണുന്നില്ല, തിരയാൻ തുടങ്ങി. എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞിട്ട് കുഞ്ഞിനെ കാണുന്നില്ല. അവസാനം വന്നു നോക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ ഇരുന്നിട്ട് കുഞ്ഞ് കളിക്കുന്നുണ്ട്. ഹുബൈബ് തങ്ങൾ ഇങ്ങനെ കയ്യിൽ കത്തിയും പിടിച്ചിരിക്കുകയാണ്, കയ്യിൽ ഇങ്ങനെ കത്തി പിടിച്ചിട്ടുണ്ട്. ആ പെണ്ണ് വല്ലാതെ ഭയന്നുപോയി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ജയിലിനകത്ത് റൂമിനകത്ത് അടച്ചിട്ടിരിക്കുക. ഹുബൈബ് തങ്ങൾ നോക്കുമ്പോ കുഞ്ഞു മടിയിലിരിക്കുന്നുണ്ട്, ഹുബൈബ് തങ്ങളുടെ കയ്യിൽ ഒരു കത്തിയിരിക്കുന്നുണ്ട്. ഈ പെണ്ണ് പേടിച്ചു പോയി, കുഞ്ഞിനെ വല്ലതും ചെയ്യുമെന്ന്. പക്ഷെ ആ പെണ്ണ് ജയിലിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാ. കാരണം റൂമിന്റെ മുമ്പിൽ തൂക്കുകയർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു, തന്നെ കൊല്ലാനുള്ള കഴുകുമരം റെഡിയാക്കുന്നു. ഹുബൈബ് തങ്ങൾ നഖം വെട്ടിക്കൊണ്ടിരിക്കുക. ആ പെണ്ണ് പറയുന്നുണ്ട്, ഞാൻ ഹുബൈബിന്റെ റൂമിന്റെ അകത്ത് കയറി ചെന്നപ്പോ ഹുബൈബിന്റെ മുമ്പിൽ പാകമായ മുന്തിരിക്കുല ഇരിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഭക്ഷണം കൊടുക്കാതെ അടച്ചിട്ടിരിക്കുക. ആ റൂമിന്റെ അകത്ത് തന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ എടുക്കാൻ ചെല്ലുമ്പോ ആ പെണ്ണ് പറയുന്നുണ്ട്, ഞാൻ കാണുന്നു ഹുബൈബിന്റെ മുമ്പിൽ ഭക്ഷണം ഇരിക്കുന്നത്. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പള്ളിയുടെ മിഹ്റാബിനകത്ത് ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ള അല്ലാഹ് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജയിലിന്റെ കടച്ചിരിക്കുന്ന റൂമിന്റെ അകത്ത് ഭക്ഷണം കൊടുത്തു. ആ പെണ്ണ് പറയുന്ന ചരിത്രം അറിയാം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുവന്നു. ചോദിച്ചു, ഹുബൈബേ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് പറ. നീ ഞങ്ങളുടെ കൂട്ടുകാരനാ, എന്റെ ഫ്രണ്ടാ, നീ ഞങ്ങളുടെ ഫ്രണ്ടാണ് നീ, അതുകൊണ്ട് നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ഹുബൈബ് റളിയല്ലാഹു തആല ചോദിച്ചു, എന്ത് ചോദിച്ചാലും സമ്മതിക്കും. അവര് വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. ഹുബൈബ് റളിയല്ലാഹു തആല പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമ്മതം തന്നാ മതി, എനിക്കൊന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. ഹുബൈബിന് അവർ അനുവാദം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല 2 റക്അത്ത് 2 ചെറിയ സൂറത്ത് ഓതിയിട്ട് പെട്ടെന്ന് നിസ്കരിച്ചു. സലാം വീട്ടിക്കെട്ട് സുജൂദിലേക്ക് വീണു. എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പടച്ചവനെ, ആദ്യമായിട്ടാ പെട്ടെന്ന് നിർത്തുന്നത്. അല്ലാഹുവേ, ഞാൻ ആദ്യമായിട്ടാ ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കാരം പെട്ടെന്ന് നിർത്തുന്നത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പടച്ചവനെ, ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അല്ലാഹ്, എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. ഞാൻ വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ച് എന്റെ നിസ്കാരം നീണ്ടുപോയാൽ
ഇവര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ടാണ് പടച്ചവനെ പെട്ടെന്ന് നിസ്കരിച്ചത്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. കയ്യും കാലും കെട്ടുകയാണ്. ഉബൈബ് തങ്ങളുടെ കൈകാലുകൾ കെട്ടി എന്നിട്ട് മുഖം മറയ്ക്കാൻ പോയപ്പോ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അവന്റെ മുഖം മറയ്ക്കരുത്, അവന്റെ മുഖം ഒരിക്കലും മറയ്ക്കരുത്. അവൻ കിടന്ന് പിടയുന്നത് നാട്ടുകാർ മുഴുവനും കാണട്ടെ. ഇനി ഒരാൾ പോലും മതം മാറാൻ തയ്യാറാകരുത്. അതുകൊണ്ട് അവനെ പരസ്യമായി വേണം തൂക്കിലേറ്റാൻ. അങ്ങനെ ഹുബൈബ് തങ്ങളുടെ കൈകാലുകൾ കെട്ടി കഴുത്തിൽ കയറിട്ടു. എന്നിട്ട് അവസാനം കൊല്ലാൻ പോകുമ്പോ അവിടുന്ന് ചോദിച്ചു, ഹുബൈബേ കൊല്ലാ മനസ്സു വരുന്നില്ലടാ, കൊല്ലാ മനസ്സു വരുന്നില്ലടാ ഹുബൈബേ, മതമൊന്നും മാറണ്ടടാ, മതമൊന്നും മാറണ്ട ഹുബൈബേ. മുഹമ്മദിനെ കുറിച്ച് മോശമായ ഒരു വാക്കു പറഞ്ഞാൽ, അള്ളാന്റെ റസൂലിനെ കുറിച്ച് മോശമായ ഒരു വാക്കു പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാ. ഹുബൈബ് തങ്ങളെ പറഞ്ഞ് മുത്തുനബിയുടെ കാലിലൊരു മുള്ളു കൊള്ളുന്നത് പോലും ഹുബൈബിന് സഹിക്കാൻ കഴിയില്ല. അവർക്ക് വാസിയായടോ, അവർക്ക് വാസിയായടോ. ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിടുകയാണ്. അതാ പഠിപ്പിച്ച കുന്തം കൊണ്ട് വന്ന് ഹുബൈബ് തങ്ങളുടെ വയറ്റിൽ കുത്തിയിറക്കുകയാണ്, നെഞ്ചിൽ കുത്തിയിറക്കുകയാണ്. എന്നിട്ട് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ. അല്ലാഹുവേ, ഹുബൈബ് തങ്ങൾ കഴുകുമരത്തിൽ കടന്നുകൊണ്ട് പാട്ടുപാടുകയാണ്. എന്നെ നിങ്ങൾ വെട്ടിക്കൊല്ലണോ, തൂക്കിക്കൊല്ലണോ, കുത്തിക്കൊല്ലണോ, കത്തിക്കണോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്നെ കൊന്നോ, എനിക്ക് പ്രശ്നമില്ല. എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെട്ടാൽ മതി. അവസാന ഹുബൈബ് തങ്ങളുടെ പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്, കഴുത്തിൽ കയറ് മുറുക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങള് കടന്ന് പിടയുകയാ, ഹുബൈബ് തങ്ങള് കടന്ന് പിടയുകയാ. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. എല്ലാവരും കളിയാക്കുകയാണ്, എല്ലാവരും ചിരിക്കുകയാണ്. പച്ചയായ ഹുബൈബ് തങ്ങള് കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോൾ, ശരീരത്തിൽ നിന്ന് പച്ചയിറച്ചി വലിച്ചു പറിച്ചെടുക്കുമ്പോ ആ മരണവേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങൾ കിടന്ന് പിടയുമ്പോ ആ രംഗം കണ്ടുകൊണ്ടെല്ലാവരും ആസ്വദിക്കുകയാണ്. അതാ തന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോ അതാ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന മരണമാണ് പറയുന്നത്. ഇത് കഥയല്ലടാ ചെറുപ്പക്കാരാ, ഇതേതെങ്കിലും ഒരു സിനിമാ കഥയല്ല പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സഹാബികളുടെ ചരിത്രമാണ് പറയുന്നത്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കഴുകുമരത്തിൽ കെട്ടി തൂക്കുമ്പോ, മരണവേദന സഹിക്കാൻ കഴിയാതെ പിടയുമ്പോ ആകാശത്ത് നിന്ന് അതാ വരുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ വന്നിട്ട് ചോദിക്കുന്ന, ഹുബൈബേ എന്തിനാ കരയുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, പേടിക്കല്ലേ ഹുബൈബേ, പേടിക്കല്ലേ ഹുബൈബേ, സങ്കടപ്പെടല്ലേ ഹുബൈബേ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ
മലക്കുകൾ പറയുകയാ, എന്തിനാ നീ പേടിക്കുന്നത്, എന്തിനാ നീ സങ്കടപ്പെടുന്നത്? ഹുബൈബേ പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയടാ ഹുബൈബ്, വിളിച്ചു പറയടാ ഹുബൈബ്. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബിനോട് വിളിച്ചു പറയുകയാ, ഷഹാദത്ത് കലിമ വിളിച്ചു പറയടാ. കഴുകുമരത്തിൽ കിടന്ന് മരണപ്രാളത്തിൽ പിടയുന്ന ഹുബൈബ് വിളിച്ചു പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടിത്തീ വീണതുപോലെ, ഇടിത്തീ വീണതുപോലെ അതുവരെ ചിരിച്ചവരുടെ കണ്ണ് തള്ളിപ്പോയി. ചെറുപ്പക്കാരാ, പേടിച്ചു പോയടാ ചെറുപ്പക്കാരാ. കഴുകുമരത്തിൽ കിടന്ന ഹുബൈബ് ഇബ്നു അദിയ് പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കരിക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ എന്ത് ജോലിയാണെങ്കിലും എല്ലാം മാറ്റിവെച്ചിട്ട് ഓടി വന്ന് നിസ്കരിക്കുന്ന ഉമ്മ, ഭർത്താവ് വേണ്ടുമ്മ, മക്കള് വേണ്ടുമ്മ, കൂടപ്പിറപ്പ് വേണ്ടുമ്മ, കുടുംബ